കറുപ്പ് മൂവി കാണാൻ പോവുകയാണ്. കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് കറുപ്പ് മൂവി കാണാൻ പോവുകയാണ്. അതിലെ കറുപ്പ് മൂവി കണ്ടിട്ട് എടാ റിവ്യൂ സ്പോയിലർ പറയാതെ റിവ്യൂ പറയടാ. പടം കൊള്ളാം, അടിച്ചു പൊളിക്കാൻ പറഞ്ഞെ. പടം കൊള്ളാം. ഒരുപാട് നടന്മാരുടെ റെഫറൻസ് ഉണ്ട്. വേണ്ടി ഇറക്കിയ പടം അങ്ങനെയല്ലേ ആണ്. പക്ഷെ ഒരു ഫാൻസിന്റെ കണ്ടന്റ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉള്ള പറയാം, സൂര്യയുടെ ഹിറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് സൂര്യയുടെ ഒരു മാസ് സിനിമ. സർവോപരി ദൈവം. അല്ല പടം പരാജയത്തില്ലല്ലേ? അത്ര ചള്ളു പടം എന്നൊന്നും പറയാൻ പറ്റിയല്ല. ഈ ചില 3G പടങ്ങൾ പോലത്തെ പരിപാടിയൊന്നുമല്ല, മലങ്ങളുടെ സാധനവും അല്ല. വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക്കും കൊള്ളായിരുന്നു. മ്യൂസിക് ഇഷ്ടമായിട്ടോ, എനിക്ക് മ്യൂസിക് ഇഷ്ടപ്പെട്ടു. നല്ല മ്യൂസിക്. BGM എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചില സിനിമയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ നോർമലാണ്, ഒന്നും വിഷയമില്ല. അതൊക്കെ നമുക്ക് കഴുകി പോകാവുന്ന കേസേ ഉള്ളൂ. ഇന്ദ്രൻസ് ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് പിന്നെ ഈ മലയാള നടന്മാരെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെട്ട് തമിഴ് വഴി പറയിക്കുന്ന ഒരു പരിപാടിയില്ലേ, അത് ഇതിൻ്റെ അതില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റത്തെ ആ ഒരു ഇന്ദ്രൻസിന്റെ ക്യാരക്ടർക്ക് കൊടുത്തൊരു ക്ലൈമാക്സ് ഉണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എനിക്ക് അവിടെ വെച്ച് പടം തീർക്കണമെന്നൊരു സാധനം ഉണ്ടായിരുന്നു. 100% നീതി പുലർത്തി. അല്ല അവിടെ തീർത്തായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. മതിയല്ലോ, എനിക്ക് അത് മതിയായിരുന്നു അല്ലേ? അത് ഒരു നല്ല ഫീൽ വേണ്ടായിരുന്നു. അത് എനിക്കും ലാസ്റ്റ് വോട്ടല്ലേ സെക്കൻഡ് പാർട്ടിൽ അത് ഭയങ്കര ഇല്ലോജിക്കലായി പോയി. അത് ഭയങ്കര ഇല്ലോജിക്കലായി പോയി. അതാ സെക്കൻഡ് പാർട്ടോട്ട് കൊടുക്കുന്നില്ലേ, മറ്റേ സിംഗം 3 വെച്ച് കൊടുത്താലും മതിയായിരുന്നു. ഇതുണ്ടല്ലോ ആവശ്യമില്ലാത്ത വലിച്ചു കയറ്റി വെച്ച് സെക്കൻഡ് പാർട്ട് ആക്കിയ പോലെ എനിക്ക് ആ ലാസ്റ്റ് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ പടം കുഴപ്പമില്ല, നൈസോടാണ്. പിന്നെ ഒരു ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് തമിഴ് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. കാരണം പേരൊക്കെ പോലെയുള്ള നല്ലപോലെ കണക്ട് ആകും. തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര കണക്ട് ആകും. കാരണം ഒരു സ്പിരിച്വൽ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും കൂടി പെട്ടെന്ന് കണക്ട് ആകും. മലയാളത്തിൽ എല്ലാവർക്കും ചിലപ്പം ഒരുപാട് സോങ്ങും പിന്നെ ഒരുപാട് ലോജിക്കിന്റെ അല്ല, ഒരു എന്റർടൈൻമെന്റ് പടം. പിന്നെ ഒത്തിരി നാള് ഒരുപാട് നാളത്തിന് ശേഷം നമ്മള് സൂര്യയുടെ ഒരു സ്വാഗതം കാണാൻ പറ്റിയ ഒരു പടം. ഞാൻ പിടിച്ചിരുന്നു കണ്ടു കേട്ടോ. പടം രസമുണ്ട്, കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രഹ്മയുഗവും പിന്നെ ഒക്കെ കാണുന്ന ആ ഒരു വൈഡിൽ വന്നിട്ട് കാണല്ലേ. തമിഴ് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ ലോജിക്കോടെ കാണാൻ. പിന്നെ അതല്ലാടെ പുതിയ തുടക്കമാണ് അല്ലേ? സിനിമയൊക്കെ ആ പടം നശിച്ചു കിടക്കുക. ഇനി ഈ തളവതി ഇല്ല ഇനി. അപ്പൊ സൂര്യനെ കൊണ്ടെന്താ നോക്കാം. ആ ഒരു സംഭവം എനിക്ക് തോന്നി കേട്ടോ. വിജയുടെ റെഫറൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ഓൾറെഡി ഒരു സീനത്തല്ല എനിക്കൊരു പാട്ടിനകത്ത് എനിക്ക് തോന്നി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഒരു വാളും പിടിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ നിങ്ങൾക്കും ചെറിയ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. ഫാൻസൊക്കെ ഇന്നലെ ധൈര്യമായിട്ട് പോയി കാണാം. എന്താ ഇഷ്ടപ്പെടാത്ത പരിപാടികളൊന്നുമില്ല. പിന്നെ തൃശ്ശയെ കാണാം, തൃശ്ശയെ കാണാം. പിന്നെ ആർജെ ബാലാജി പിന്നെ സായി അഭിനയങ്കർ മ്യൂസിക് ടോപ്പാണ്. നെപ്പോളിയന്റെ ക്യാരക്ടർ. അപ്പൊ ഇതാണ് നമ്മുടെ ഹണസ്റ്റ് റിവ്യൂ.